ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LGS എക്സാമിനേഷൻ അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ളത്. 10th ലെവൽ പ്രിലിംസിനും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്ന വിധത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് നമ്മൾ ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള കേരള ചരിത്രമാണ് കേട്ടോ, കേരള ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതും PSC ഇതിനു മുൻപ് LGS ലെവലിൽ ചോദിച്ചിട്ടുള്ള എക്സാമിനേഷനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ മൈക്കിന്റെ കാര്യം, ശബ്ദത്തിന്റെ കാര്യം, ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ്സിൽ കണ്ടു. അപ്പോൾ അതിനുടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. എക്കോ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ സൗണ്ട് കുറവാന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മൾ അതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും. പിന്നെ അതുപോലെ ടെലിഗ്രാം ചാനൽ, നിങ്ങളിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് വരും. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷനാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വായിക്കാം. SCRT-യിലാണ്. ടെക്സ്റ്റ് ബുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തിൽ നിന്നാണെന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. 7th 8th 9th 10th 4 ക്ലാസ്സിലെയും സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി തന്നെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവാറും ഏകദേശം ആ ക്ലാസ്സുകളിലെല്ലാം SCRT ടെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് വായിച്ചാലും മതി. അപ്പം നിങ്ങൾക്ക് വലിയ ഭാരം തോന്നാതെ വായിച്ച് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്കിവിടെ നോക്കാം. കർഷക കലാപങ്ങൾ കേരളത്തിലും എന്നാണ് SCRT-യിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്നറിയപ്പെട്ടത്. അതുകൊണ്ട് 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടു. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പേരിൽ ഒരു പ്രത്യേക പോലീസ് സേന രൂപീകരിച്ചു. തുടർച്ചയായ കലാപങ്ങളെ പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കൂടെ നമുക്കൊന്ന് വായിക്കാം. കനോലി. മാപ്പിള കലാപ കാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. മാപ്പിള കലാപ കാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. ഈ ഒരു ചോദ്യവും കണ്ടിട്ടുണ്ട്. മാപ്പിള കലാപ കാലത്ത് കലാപകാരികളാൽ വധിക്കപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരാണ് എന്നുള്ളത് അത് HV കനോലിയാണ്. HV കനോലിയാണ് മാപ്പിള കലാപ കാലത്ത് കലാപകാരികളാൽ വധിക്കപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന് ഒന്നും കൂടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന്റെ ഫലമായി ഉണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് മാപ്പിള കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് എന്ന് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വില്യം ലോഗൻ. ഇനി കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും ഒന്നാമത്തെ കാരണമാണ്.
ഭൂവുടമകളായി ജന്മിമാരെയാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലാണ് മൂന്നാമത്തെ കാരണം. അന്യായമായ നികുതി പിരിവ്, അതുപോലെ ഉയർന്ന പാട്ടവുമാണ് ഈ ഒരു കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, മലബാർ കലാപം അടിച്ചമർത്തുന്നതിനായിട്ട് രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മലബാർ സ്പെഷ്യൽ പോലീസ് ആണ്. MSP എന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് കലാപം അടിച്ചമർത്തുന്നതിനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന ഏതാണ്? മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് മലബാർ കലാപം അടിച്ചമർത്തുന്നതിനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന. ഓക്കെ, ഇനി മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയായിട്ട് 1921 ഉണ്ടായ ഒരു കലാപമുണ്ട്. അതേതാണ്? അത് മലബാർ കലാപമാണ്. മലബാർ കലാപം മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കളാരാണ്? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ. ഇനി ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടം, അതാണ് മലബാർ കലാപം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടം ഏതാണ്? അതാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ്? തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. ഇനി മലബാർ കലാപത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമുണ്ട്. അതേതാണ്? അതാണ് പൂക്കോട്ടൂർ സംഭവം. ഓക്കെ, പൂക്കോട്ടൂർ സംഭവം. അതുപോലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന ഒരു സംഭവമുണ്ട്. അതാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിന്റെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പുറപ്പെട്ടതാണ് പൂക്കോട്ടൂരിൽ വെച്ചിട്ട്. പൂക്കോട്ടൂർ കലാപത്തിന്റെ ആരംഭമായിട്ട് പറയുന്നത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതാണ് ഈ ഒരു യുദ്ധത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം എന്താണ്? അത് പൂക്കോട്ടൂർ കലാപമാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞത്? മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന്റെ ഫലമായി ഉണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് മാപ്പിള കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വില്യം ലോഗൻ എന്ന് നമ്മൾ പറഞ്ഞു. കലാപം അടിച്ചമർത്തുന്നതിനായി രൂപീകരിച്ച സ്പെഷ്യൽ പോലീസ് സേന ഏതാണ്? അതാണ് മലബാർ സ്പെഷ്യൽ പോലീസ്, MSP. ഇനി മാപ്പിള കലാപകാലത്ത് കലാപകാരികളാൽ വധിക്കപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആണ് HV കനോലി. മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയായിട്ട് 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവർ. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ഇനി മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു പോലീസ് മേധാവി ഉണ്ട്. അദ്ദേഹത്തെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഹിച്ച്കോക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ, ഹിച്ച്കോക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. SCERT പാഠഭാഗം നോക്കുകയാണെങ്കിൽ തരിസാപ്പള്ളി ലിഖിതങ്ങൾ മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്തു ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ രേഖയിലുള്ളത്. മധ്യകേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയാണെന്ന് ഓർത്തിരിക്കുക. വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് തരിസാപ്പള്ളി ലിഖിതങ്ങൾ. പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ രേഖയിൽ ഉള്ളത്. ഓക്കെ. മധ്യകാല കേരളത്തിലെ പെരുമാൾ രാജാവായിരുന്ന സ്ഥാണു രവിയുടെ ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ച ലിഖിതമാണ് തരിസാപ്പള്ളി ലിഖിതം. തരിസാപ്പള്ളി ലിഖിതം പുറപ്പെടുവിച്ച വർഷം CE 849 ആണ്. തരിസാപ്പള്ളി ലിഖിതം പുറപ്പെടുവിച്ച വർഷമാണ് CE 849. തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട കേരള ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരള ശാസനമാണ് തരിസാപ്പള്ളി ശാസനങ്ങൾ എന്ന് പറയുന്നത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം അത് മാമ്പള്ളി ശാസനമാണ് കേട്ടോ. മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വേണാട് രാജാവാണ് ശ്രീവല്ലഭൻ കോതയാണ് കേട്ടോ. ശ്രീവല്ലഭൻ കോത. ദക്ഷിണേന്ത്യയിൽ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞ് കലിവർഷം കണക്കാക്കിയ ആദ്യ ശാസനമാണ് ഹജൂർ ശാസനമാണ് ദക്ഷിണേന്ത്യയിൽ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞ് കലിവർഷം കണക്കാക്കിയ ആദ്യ ശാസനം ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച ആയി രാജാവാണ് കരുനന്ദടക്കൻ. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച ആയി രാജാവാണ് കരുനന്ദടക്കൻ. ഇനി ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. ചേര രാജാക്കന്മാരുടെ ശാസനമായി കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളിയാണ് കേട്ടോ. വാഴപ്പള്ളി ശാസനമാണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നു കിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് ആദ്യമായി പരാമർശിച്ച ശാസനം അതാണ് ചോക്കൂർ ശാസനമാണ് ആദ്യമായിട്ട് കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ശാസനം ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ഗോദ രവിവർമ്മയാണ് ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മധ്യകാല കേരളത്തിലെ പെരുമാൾ രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മയുടെ ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ച ലിഖിതമാണ് തരിസാപ്പള്ളി ലിഖിതം. തരിസാപ്പള്ളി ലിഖിതം പുറപ്പെടുവിച്ച വർഷം CE 849 CE 849 തരിസാപ്പള്ളി ലിഖിതം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട കേരള ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം ഏതാണ്? അതാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീവല്ലഭൻ കോതയാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞ് കലിവർഷം കണക്കാക്കിയ ആദ്യ ശാസനമാണ് ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച ആയി രാജാവാണ് കരുനന്ദടക്കൻ.
ചേര രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. ചേര രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ്. രാജശേഖരവർമ്മൻ. കേരളത്തിൽ ദേവദാസികളെ കുറിച്ച് ആദ്യമായി പരാമർശിച്ച ശാസനമാണ് ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഗോദ രവിവർമ്മയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-നാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി ഈ ഒരു വിളംബരത്തെ കുറിച്ച് വിശേഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? അത് 1947 ജൂൺ 2-നാണ്. 1947 ജൂൺ 2-നാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. കൊച്ചിയിൽ എന്നാണ്? അത് 1947 ഡിസംബർ 20-നാണ്. ഡിസംബർ 20. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നുമാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ
എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് നമ്മൾ പറഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാളാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 ആണ്. നവംബർ 12 ആണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്ന് കൂടി കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പറഞ്ഞു സി രാജഗോപാല ആചാരി വിശേഷിപ്പിച്ച മറ്റൊന്ന്. അതെന്തായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ്. ടി കെ വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20 ഇനി ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, അതുപോലെ കേരളത്തിന്റെ മാഗ്ന കാർട്ട. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നും കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ആണ്. റാണി ഗൗരി പാർവതി ഭായ്. CRT കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റാണി ഗൗരി പാർവതി ഭായ് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1817. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരാണ്. മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തത് ആരാണ്? തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികളാണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ ജാതി ഭേദമന്യേ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും പുര ഓടുമേയാനായിട്ടുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്.
സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചതും റാണി ഗൗരി പാർവതിഭായി ആണ്. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ്. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയ പതിവ് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. ഇനി തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അതും ഗൗരി പാർവതിഭായി ആണ്. റാണി ഗൗരി പാർവതിഭായി. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയും ഗൗരി പാർവതിഭായി ആണ്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതും ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ഗൗരി പാർവതിഭായി ആണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി ആണ്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും റാണി ഗൗരി പാർവതിഭായി ആണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ പറയാം. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആരാണ്? ഗൗരി പാർവതിഭായി ആണ്. ഗൗരി പാർവതിഭായി ആണ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. ജാതിഭേദമന്യേ തിരുവിതാംകൂറിലെ എല്ലാവർക്കും വീട് ഓടുമേയാനായിട്ടുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാനായിട്ടുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട എല്ലാവർക്കും സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയുന്നതിനായിട്ടുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിലെ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയും റാണി ഗൗരി പാർവതിഭായി ആണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയും റാണി ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതിഭായി ആണ്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതും ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. വേതനമാണ് കേട്ടോ, വേതനം. തിരുവിതാംകൂറില് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തിരുവിതാംകൂറിൽ പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി തൊഴിലാളികൾ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂറിൽ പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി തൊഴിലാളികൾ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഏത് വർഷത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്? 1946-ലാണ്. 1946-ലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതാണ്? അതാണ് പുന്നപ്ര വയലാർ സമരം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം.
അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ്? അത് CP രാമസ്വാമി അയ്യരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുക. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പുന്നപ്ര വയലാർ സമരം തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂറിൽ പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടി തൊഴിലാളികൾ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഏത് ജില്ലയിലായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല? ആലപ്പുഴ ജില്ല. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴ ജില്ലയിലാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള നമുക്ക് വായിക്കാം. ആധിപത്യം വ്യാപിക്കുന്നു. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂരിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിലായി. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭ്യമായത്. മൈസൂരിലെ കരുത്തരായ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും. മൈസൂരിലെ കരുത്തരായ ഭരണാധികാരികളാണ് ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മലബാർ തീരത്തെ ലാഭകരമായ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് മൈസൂർ ഭരണാധികാരികളാണ്. മലബാർ തീരത്ത് നിന്നാണ് ബ്രിട്ടീഷുകാർ കുരുമുളകും ഏലവും വാങ്ങിയിരുന്നത്. ടിപ്പു സുൽത്താന്റെ അധികാര പരിധിയിലിരുന്ന തുറമുഖങ്ങളിൽ കുരുമുളക്, ഏലം, രക്തചന്ദനം എന്നിവയുടെ കയറ്റുമതി നടത്തുന്നു. 1792 ശ്രീരംഗം ഉടമ്പടി അനുസരിച്ച് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങളാണ് വയനാട് ഒഴികെയുള്ള മലബാർ, കൊച്ചി, കുടക് എന്നിവ ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് കിട്ടി.
ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചതെന്ന 1792 മാർച്ച് 18-നാണ്. മാർച്ച് 18 1792 മാർച്ച് 18-നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. പിന്നെ ഇവിടെ ഒരു യുദ്ധത്തിന്റെ പേര് മൂന്നാം മൈസൂർ യുദ്ധം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നടത്തിയ 4 യുദ്ധങ്ങളിൽ മലബാർ പ്രദേശം ലഭിക്കാനിടയായ ശ്രീരംഗപട്ടണം സന്ധി രൂപപ്പെടലിന് കാരണമായ യുദ്ധമാണ് മൈസൂർ മൂന്നാം യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധം. ഓക്കെ, മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നടത്തിയ 4 യുദ്ധങ്ങളിൽ മലബാർ പ്രദേശം ലഭിക്കാനിടയായ ശ്രീരംഗപട്ടണം സന്ധിയുടെ രൂപപ്പെടലിന് കാരണമായ യുദ്ധമാണ് മൂന്നാം മൈസൂർ യുദ്ധം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, 1792 മാർച്ച് 18-ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. 1799 മൈസൂർ യുദ്ധത്തിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെക്കൻ കാനറ ഭാഗം. തെക്കൻ കാനറ ഭാഗം 1799 മൈസൂർ യുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങളാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മാർച്ച് 18-നാണെന്ന് പറഞ്ഞു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച ഭൂപ്രദേശങ്ങൾ വയനാട് ഒഴികെയുള്ള മലബാർ പ്രദേശവും കൊച്ചി, കുടക് എന്നീ പ്രദേശങ്ങളുമാണ്. 1799 നാലാം മൈസൂർ യുദ്ധത്തിന്റെ അവസാനത്തോടെ ശ്രീരംഗപട്ടണത്തിന്റെ പതനം സംഭവിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെക്കൻ കാനറ പ്രദേശം. ഓക്കെ, മൈസൂരിലെ കരുത്തരായ ഭരണാധികാരികളാണ് മൈസൂരിലെ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും നമ്മൾ പറഞ്ഞു. മലബാർ തീരത്തെ ലാഭകരമായ വ്യാപാരം നിയന്ത്രിച്ചിരുന്നു. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികളാണ് കണ്ണീരും കിനാവും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കർമ്മ വിഭാഗം, കർമ്മ വിഭാഗം, കർമ്മ വിഭാഗം, രജനി രംഗം, രജനി രംഗം, രജനി രംഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഓക്കെ, ഏതൊക്കെയാണ് VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, രജനി രംഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നതാണ്. ഓക്കെ, മിശ്രവിവാഹ പ്രചാരണത്തിനായി 1968 കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. മിശ്രവിവാഹ പ്രചാരണത്തിനായി 1968 കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ, കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ, സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടാണ്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തിലേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായി VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയാണ് യാചനായാത്ര. യാചനായാത്ര, യാചനായാത്ര. യാചനായാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ്. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയാണ് യാചനായാത്ര. 1931 യാചനായാത്ര. 1931 യാചനായാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് 7 ദിവസം നീണ്ടുനിന്ന ജാഥ നടന്നത്. 7 ദിവസം നീണ്ടുനിന്നതാണ് ഈ യാചനായാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ധനസമാഹരണത്തിന് വേണ്ടി VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയാണ് യാചനായാത്ര.
1931 തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നീണ്ടുനിന്ന 7 ദിവസത്തെ ജാഥയാണ് യാചന യാത്ര. അടുത്തത്, വി.ടി. ഭട്ടതിരിപ്പാട് പത്രാധിപരായിരുന്ന പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് പാശുപതം, ഉദ്ബുദ്ധ കേരളം, ഉദ്ബുദ്ധ കേരളവും ഉദ്ബുദ്ധ കേരളം ഉദ്ബുദ്ധ കേരളം ഉദ്ബുദ്ധ കേരളം ഉദ്ബുദ്ധ കേരളമാണ്. പാശുപതം, ഉദ്ബുദ്ധ കേരളം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നിവ വി.ടി. ഭട്ടതിരിപ്പാട് പത്രാധിപരായിരുന്ന പ്രധാന പ്രസിദ്ധീകരണങ്ങളുടെ പേരാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഇനി വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. 1921 അഹമ്മദാബാദ് സമ്മേളനമാണ് വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം. വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. എന്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. എന്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, രജനീരംഗം, സത്യം എന്നതിവിടെ മനുഷ്യനാകുന്നു എന്നത്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? വി.ടി. ഭട്ടതിരിപ്പാട് മിശ്ര വിവാഹത്തിന്റെ പ്രചരണത്തിനായി 1968 കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ധനസമാഹരണത്തിനായിട്ട് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയാണ് യാചനായാത്ര. 1931 യാചനായാത്ര. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. അടുത്തത്, വി.ടി. ഭട്ടതിരിപ്പാട് പത്രാധിപരായിരുന്ന പ്രസിദ്ധീകരണങ്ങളാണ് പ്രധാനപ്പെട്ടത് പാശുപതം, ഉദ്ബുദ്ധ കേരളം, പാശുപതവും ഉദ്ബുദ്ധ കേരളവും. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. അഹമ്മദാബാദ് സമ്മേളനം. വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. എന്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവും വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്യോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്യോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. പഴശ്ശിരാജ. SCERT ഫാക്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചെറിയ ബോക്സ് നോക്കുക. കേരള സിംഹം. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്യോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. ഓക്കെ ആണല്ലോ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പൈച്ചിരാജ എന്നും കൊട്യോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നതും പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് വായിച്ചു നോക്കാം. പഴശ്ശി കലാപങ്ങൾ.
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. കോട്ടയം രാജകുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. ഓക്കെ, ഇവിടെ എന്തൊക്കെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടാൻ പഴശ്ശിരാജയെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചതും. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു എന്നിവരാണ്. ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്യ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്യ നേതാവ് ആരാണ്? അത് തലയ്ക്കൽ ചന്തുവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി കലാപങ്ങൾ. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം ചോദിച്ചിട്ടുണ്ട്. അത് മാവിലാത്തോടാണ്. വയനാട് മാവിലാത്തോടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം. ഇനി പുരളി ചെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടതും പഴശ്ശിരാജയാണ്. പുരളി ചെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളി മല. അതുകൊണ്ടാണ് പുരളി ചെമ്മൻ എന്ന പഴശ്ശിരാജാവ് അറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളി മല. ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്യ നേതാവാണ് തലയ്ക്കൽ ചന്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി കലാപങ്ങൾ. പഴശ്ശി കൊല്ലപ്പെട്ടത് 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലമാണ് മാവിലാത്തോട്, വയനാട് ജില്ലയിലെ മാവിലാത്തോട്. പിന്നെ നമ്മൾ പറഞ്ഞു പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളി മല. പുരളി ചെമ്മൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവും പഴശ്ശി രാജാവാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFസും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.